പൊളി കേട്ടോ. 199 രൂപയാണ് നമ്മൾ കിടില. ഈ വാഷർ കേട്ടോ. അപ്പോൾ ഇത് ലീക്കായതാ. റോഷിനി ഗിയർ ബോക്സിന് എന്താ കംപ്ലൈന്റ് കേട്ടോ? ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിക്കണം. ഓ സീൻ. പറക്കുക. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? മറ്റൊരു കിട്ടുള്ള സ്വിഗ്ഗി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്വിഗ്ഗിയുടെ മൈ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ 2 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ ഇപ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. മൈ ഷിഫ്റ്റ് മാത്രമല്ല, ഞാൻ പിന്നെ ഹൈ ഓർഡർ പേ ഔട്ടിലോട്ട് മാറിയതുകൊണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ബാക്കിയുള്ളവർ നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇപ്പം അന്വേഷിച്ചപ്പം പൊതുവേ ഓർഡറും കാര്യങ്ങളൊക്കെ കുറവാണ്. നല്ല ഷോക്കാണ്. കാരണം ഇപ്പോൾ നമ്മൾ 1 മണിക്ക് ആൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ്. ഇന്ന് നമുക്ക് നല്ല ഡിലേ ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഷോകം തന്നെയാണ്. ഇപ്പോഴും 1 മണിക്കൂറായിട്ട് 1.5 മണിക്കൂറായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. നമ്മളിപ്പം സംസാരിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പം നമുക്കിതാ ഇപ്പം വീണ്ടും ഒരു കിടിലം, ഇത്ര നേരത്തെ ഒരു സങ്കടം മാറ്റാൻ വേണ്ടി ഒരു കിടില ഓർഡർ 186 രൂപയുടെ കിടില ഓർഡർ റോസ് ബൗളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാൻ നേരെ അങ്ങോട്ട് പോകാം. അങ്ങനെ സമയം 2 മണിയാവുന്ന കേട്ടോ. നമുക്ക് എന്തായാലും ഒരു ഒറ്റ ഓർഡർ ഇന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓർഡർ എന്തായാലും നമ്മുടെ മിക്ക പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും കേട്ടോ. പക്ഷേ എന്തായാലും 186 അത് നമുക്ക് എന്തായാലും കൊടുത്തിട്ട് വരുമ്പോൾ ഏകദേശം 200 അടുപ്പിച്ചാണ്. എവിടെയാണെന്നൊരു പിടുത്തമില്ല. ഓ, ഒരുപാട് ഡെലിവറി ബോയ്സ് അപ്പോൾ അവിടെ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഓർഡറും കാര്യങ്ങളൊക്കെ ഷോക്കാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ സാലറി ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കിടിലം ഓർഡേഴ്സും കാര്യങ്ങളും ഓഫേഴ്സൊക്കെ കസ്റ്റമേഴ്സിന് കൊടുത്തേക്കുന്നതെന്ന് ആ സ്വിഗ്ഗി പറഞ്ഞത്. പക്ഷേ എനിക്കറിയത്തില്ല, നമുക്ക് ഓഫറും കാര്യങ്ങളും ഓർഡർ ഒന്നും വന്നിട്ടില്ല. കസ്റ്റമേഴ്സ് അതിനുണ്ടെങ്കിൽ ഓർഡർ ചെയ്തേനെ, പക്ഷേ അങ്ങനെ ഓർഡറും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഉടനെ തന്നെ കിടിലം പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതാ നമ്മളിപ്പം റോസ് ബോളിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പം നമ്മളിതാ കൊട്ടാരക്കര ഗണതമ്പലത്തിൻ്റെ അടുത്തെത്തി. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗണതമ്പലം കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് പോകാനുള്ള റെസ്റ്റോറൻറ്റ്. മാത്രമല്ല നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. എൻജിൻ പണി തന്നെയാണ്. ഉടനെ നല്ലൊരു മെഗാ എൻജിൻ വർക്ക് നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട്. ഷോ, എന്തായാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. This is the sound that the gods will play to part the clouds. Live rounds on the guards that strip man down. These vibes for the night, while the high is right. Take flight, lean sideways. We master the sky, groovy, we bobby bird. അയ്യോ കൈസ്താ, നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എവിടെ കൊടുക്കാനുള്ളത് നോക്കട്ടെ. അസീസിയയിലോട്ട് വല്ല ആണോ? ഓ, അസീസിയ തന്നെ കേട്ടോ. ഊഹം കറക്റ്റായിരുന്നു. അടിപൊളി. 15 കിലോമീറ്റർ കേട്ടോ. 1/2 മണിക്കൂർ എടുക്കും. ഓ, നല്ല സൗണ്ട് കയറുന്നുണ്ട് കേട്ടോ. നമുക്കൊരു അരോചകമായ സൗണ്ടാണ് എഞ്ചിനിൽ നിന്ന് വരുന്നത്. എനിക്ക് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ പല്ലോ എന്തോ പറയുന്നത്. നമ്മുടെ ഗിയർ ബോക്സിന് എന്തോ കംപ്ലൈൻറ്റ് കേട്ടോ. ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിക്കണം. എന്തോ ബിയറിങ് എങ്ങാണ്ട് പോയെന്നാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു. ഫസ്റ്റ് ആയിട്ട് അതൊന്ന് കൺഫേം ആക്കിയില്ല. ഉടനെ തന്നെ നമുക്ക് മാറ്റം ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്താ നമ്മൾ അന്ന് ജസ്റ്റ് കാണിച്ചായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞത് ആൾറെഡി നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ബിയറിങ് സംഭവം എന്താണ് ഇപ്പോൾ എഞ്ചിൻ ഫുൾ ഇറക്കണം എന്നാണ് പറഞ്ഞാൽ അഴിക്കണം. അപ്പോൾ ഫുള്ള് റീസെറ്റിങ് പണിയൊക്കെ ആട്ടോ. ഇപ്പോൾ എന്തായാലും നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഞാൻ താണ്ടി ലൊക്കേഷൻ എത്തി. ഒരു വെള്ള കളർ ബിൽഡിംഗ് അല്ലയോ? ഓക്കെ. അസ്മ അല്ലയോ? താങ്ക് യു. ഇത് എത്ര രൂപ ഏണിങ്സ് എന്ന് എന്തായാലും നോക്കട്ടെ. അത് നോക്കാതെ എന്തായാലും പോകാൻ പറ്റത്തില്ല. എന്ത് പാടിയത് ഫോളോ ചെയ്യാനോ? ഓ, പൊളി കേട്ടോ. 199 രൂപയാണ് നമ്മുടെ ഏണിങ്സ്. കിട്ടില്ല. തിരിച്ചെന്തായാലും നമുക്ക് എഴുകോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എഴുകോട്ട് വരുവാന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ചേട്ടൻ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ ഓർഡറിന്. മിക്കവാറും ചേട്ടൻ ഓർഡർ കിട്ടി പോയി കാണാം. നമുക്ക് എന്തായാലും പോയി നോക്കാം. പൈസ ഇപ്പം എന്താ നമ്മൾ ബൈക്ക് ടർബോ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 20 കിലോമീറ്റർ സ്പീഡ് കഴിഞ്ഞാൽ ടർബോ ആണോ? അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വർക്ക് ചെയ്യുന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ടേക്ക് ഓഫ് അടിച്ച് നോക്കാം. ഓ, സീൻ.
പറക്കുക. സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല വലിവുണ്ട്. എൻ്റെ ദൈവമേ ഗൈസ്, ഒന്നും പറയാനില്ല. നമ്മുടെ ബൈക്ക് ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയിട്ടോ. അപ്പോൾ എൻജിൻ ഫുൾ അഴിക്കണം, നല്ല പണിയുണ്ട്. അപ്പോൾ അധികം നാളിങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് ഡോക്ടർ, അതായത് എൻ്റെ മെക്കാനിക് ആയിട്ടോ. അപ്പോൾ നമുക്ക് ഇന്നൊന്നും കൂടെ കാണിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നു ഗിയർ ബോക്സിൻ്റെ ബിയറിങ് ഇപ്പം പൊട്ടിയിട്ട് ഗ്രൈൻഡായി എൻ്റെ കിരിക്കിര സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ലോണം. ഒരു കിരിക്കിര സൗണ്ട് ഉണ്ടോ? അത് എനിക്ക് തോന്നുന്നു ഈ ചെറിയ ചെറിയ പീസസ് ഇതിനകത്ത് ഗ്രൈൻഡായി കിടക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നല്ല കിട്ടിലൊരു മുട്ടൻ പണിയാണ് കിട്ടിയേക്കുന്നത്. ഒന്നും പറഞ്ഞിട്ട് അറിയില്ല. ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു ഓൾറെഡി ഇതായാലും 2-3 വണ്ടി അവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ V2 ഇങ്ങനെ ഇപ്പോൾ അത് മാത്രമല്ല ഇത്രയും പഴക്കം ചെല്ലുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 കൊല്ലമായി. അതും മാത്രമല്ല നമ്മുടെ വണ്ടിക്ക് അങ്ങനെ വന്നെങ്കിൽ നമുക്ക് അതിൽ പുറത്ത് പറയാൻ പറ്റാത്ത കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഈ ഒരു കീ നമ്മളെ ടർബോയുടെ വലിയ നോട്ടൊരു സൗണ്ട്, ഇതൊരു ഭയങ്കര, ഇത് ഫുൾ ടൈം ഇങ്ങനെ ഓണായി കിടക്കുന്നുണ്ടോ. വണ്ടി ഓടുമ്പോൾ ഫുള്ളും ഓണായി കിടക്കും. ഇത് ഭയങ്കര അരോചകമായ സൗണ്ടാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ചെവി കണ്ടല്ലോ അങ്ങ് തലേന്ന് പെരുക്കും ഈ സാധനം കയറിയിട്ട് കണ്ടോ. ഓ, അത് മാത്രമല്ല തീർച്ചയാണെങ്കിൽ കുറച്ച് നാൾ ഷൈൻ ചെയ്യാണ്. ആൾക്കാരൊക്കെ ദൂരെ നേരുമ്പോൾ നോക്കുമോ എന്തൊരു സൗണ്ട് എന്ന് കേട്ടോ. പ്രത്യേക ഒരു സൗണ്ട്. നമ്മൾ അടുത്തൂടെ വേറെ വണ്ടി ഡോമിനാർക്കുമ്പോൾ ഒരു നോക്കൂ, ഇത് ടർബോ അല്ലാണോ എന്തോ ഒരു വേറെ സൗണ്ട്. ഇതുവരെ ആരും കേട്ടിട്ടില്ല. ഞാനൊരു വണ്ടിയിൽ ഇതുവരെ ഇങ്ങനെ സൗണ്ട് കേട്ടിട്ടില്ല കേട്ടോ. നല്ല വൈൻഡ് ചെയ്യുന്ന സൗണ്ട്, ഒരു മോട്ടോർ വൈൻഡ് ചെയ്യുന്നതൊക്കെ റിവേഴ്സ് വൈൻഡ് ചെയ്യുന്ന ഒരു സൗണ്ട് കേട്ടോ. ഒരു പിടുത്തമല്ല എന്തോ സംഭവം. ഇനി ചെറുക്കൻ്റെ ഗിയർ ബോക്സ് റിവേഴ്സാണോ പോകുന്നത്? എന്തായാലും അതാണ് നമുക്ക് അടുത്ത മുട്ടൻ പണി വരുന്നത്. കഴിഞ്ഞപ്പോൾ അധികം കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ മാക്സിമം ഒരു 70 താഴെ നിർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ അന്ന് മെക്കാനിക് കണ്ടപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ ക്ലച്ച് പിടിക്കുമ്പോൾ ക്ലച്ചിൻ്റെ എന്താ പറയുന്നത് പ്ലേ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പിടിക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ, നല്ല രീതിക്ക്. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ക്ലച്ചിൻ്റെ ഭാഗത്ത് ഇതുവരെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഉടനെ നമ്മുടെ ചാനലിൽ വേറെ കിട്ടില്ല അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് വെച്ചിട്ട് അടുത്ത ലോങ് കാര്യങ്ങളൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ലോങ് യാത്രയൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മളിതാ ഉടനെ തന്നെ ഇതിൻ്റെ അടുത്ത വർക്കിലോട്ട് കിടക്കുന്നതായിരിക്കും. നല്ലൊരു എമൗണ്ട് ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തുവാ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വരുന്ന വീഡിയോയിൽ ഷെയർ ചെയ്യാം. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ഓർഡർ നമ്മൾ ഡെലിവറി ആയിട്ട് തിരിച്ചതാ വീണ്ടും നമ്മൾ എഴുകോൺ ലക്ഷ്മി എഡിബിൾസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ടോട്ടൽ ഇപ്പം 191 രൂപയാണ് ഏണിങ്സ് ഓരോ ഓർഡർ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ ഇൻസെൻറ്റീവ് ചാർട്ടിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് 5 ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 75 രൂപ ഇൻസെൻറ്റീവ്, അതുപോലെ 11 ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 160 രൂപ ഇൻസെൻറ്റീവ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് 11 ഓർഡർ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 2:52 കേട്ടോ. 3 മണിയാവും. നമ്മളിപ്പം വന്നിട്ട് തന്നെ ഇപ്പം ഒരു 10 മിനിറ്റൊക്കെ ആയി കാണും. പക്ഷെ എന്നാൽ ഇപ്പോൾ നമുക്ക് അധികം വിഷമം പറയാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഓർഡറിൽ തന്നെ 191 അടിച്ചതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ഡിലേ ആയാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അടുത്ത ഓർഡറിലേക്ക്. എന്നിട്ട് നമ്മളിന്ന് രാത്രി 6:30 തൊട്ട് ഒരു 11 മണി വരെ എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് ലോഗിൻ ചെയ്ത് തരും. എന്നാലും ഈ പറഞ്ഞ പൈസ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം. പക്ഷേ എന്തായാലും ഓർഡറും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ 3 മണിയായിട്ടോ. നമ്മളെ മടിപ്പിച്ചുകൊണ്ടിരിക്കുക. വണ്ടിയുടെ കാറ്റെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. ഇനിയിപ്പോൾ എങ്ങും ചെക്ക് ചെയ്തില്ല. നമ്മൾ കുറേ നാളെ ചെക്ക് ചെയ്തിട്ട് നൈട്രജൻ എന്തെങ്കിലും റീഫിൽ ചെയ്യാം. ഈ വാഷറാട്ടോ. അപ്പോൾ ഇത് ലീക്കായതാ. നമ്മളിതാ നൈട്രജൻ ഫില്ല് ചെയ്ത് നമ്മുടെ വാഷർ ലീക്കായിരുന്നു കേട്ടോ ഫ്രണ്ട്. അപ്പോൾ എപ്പോൾ എയർ അടിക്കുമ്പോൾ നമ്മൾ അതും കൂടെ ചെക്ക് ചെയ്തോണം. ചില ആൾക്കാർ ജസ്റ്റ് അടച്ചെങ്കിൽ തന്നു വിടും കേട്ടോ. പക്ഷേ അപ്പോൾ വീണ്ടും നമ്മുടെ എയർ പഴയ പഴുവത്തിൽ തന്നെ ആവും. ഇവിടെ ചേട്ടൻ തന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ വാഷർ മാറ്റിയിട്ട് അതിന് പണ്ട് ഒരു ലീക്ക് ഉണ്ടായിരുന്നു, ചെറിയൊരു ലീക്ക് കേട്ടോ. ഒരു 20 നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു ലീക്ക്, പിന്നെ സ്റ്റഡി ആവും. പക്ഷെ അത് കംപ്ലൈൻ്റ് അത് മാറ്റിയിടുന്നതാണ് നല്ലത്. അപ്പോൾ എന്താ നമ്മൾ പെർഫെക്റ്റ് ആയി കേട്ടോ. കറക്റ്റ് പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാനുള്ളൊരു സുഖമേ ഉള്ളൂ. പ്രത്യേകിച്ചും ബൈക്ക് പോലത്തെ 2 വീലേഴ്സ് എല്ലാം. അപ്പം എന്താ ഫൈനലി സമയം 6:54 കേട്ടോ. എന്തോ ചെയ്യാനാണ്, എനിക്ക് പകൽ കുറേ വീഡിയോസ് എടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അതായത് കുറച്ച് ഡെലിവറി ഒക്കെ ചെയ്തിട്ട് രാത്രി നേരത്തെ കയറണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമുക്ക് ഓർഡറും കാര്യങ്ങളൊന്നും കിട്ടണ്ടേ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാ കേട്ടോ. മാക്സിമം നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഇറങ്ങിയ ഒരു 3 മണിക്കകത്തൊരു 3 ഓർഡർ, അല്ലെങ്കിൽ എനിക്ക് ഒറ്റ ഓർഡറിൽ തന്നെ 191 അങ്ങാണ്ട് കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഒരു ഓർഡറും കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയതാ. നമുക്ക് എഴുകോണോട്ട് ഞാൻ ഇപ്പോൾ പൊക്കോണ്ടിരിക്കും കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്, 21 ഓർഡറാണ്. പക്ഷേ അത് നമ്മളെ ഈ സോണിലോട്ട് കൊണ്ടുവരാനുള്ളൊരു ട്രിക്കാണെന്നാണ് എനിക്കറിയാം. നമുക്ക് സ്ഥിരം അങ്ങനെയാണ് വരാറ്. ഇനിയിപ്പോൾ 6 തൊട്ട് 11 മണി വരെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. എന്തായാലും ഈ ഓർഡർ താണ്ട് നമ്മൾ 150 മീറ്ററും കൂടെ കേട്ടോ ഇവിടെ നിന്ന് ലെഫ്റ്റാണ്. നമ്മുടെ ബൈക്കിൻ്റെ സൗണ്ട് ഇപ്പം കൂടി വരും കേട്ടോ. എനിക്ക് ഒന്ന് തുറന്നു കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും എന്ത് ഓഫാന്ന്. ഇപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. അതിൻ്റെ വൈൻഡിങ്ങിൻ്റെ സൗണ്ട് നല്ല രീതിക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്താ കവലയുടെ ഫ്രണ്ടിലെത്തി. നമുക്ക് ഈ ഐറ്റം അങ്ങ് പിക്ക് ചെയ്യാം. ചൂടാണെങ്കിൽ ഈ മഴ പെയ്യാൻ ചാൻസും ഉണ്ട്. അതുകൊണ്ട് റെയിൻ കോട്ട് ഇടാതെ പറ്റത്തുമില്ല. റെയിൻ കോട്ട് ഇട്ടതിന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കറ്റ് പോലല്ലോ, ഒടുക്കത്തെ ചൂടായിരിക്കും.
9005. വണ്ടി ഓടിക്കഴിയുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പോസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ശോകമായിരിക്കും. 9005. ചേട്ടാ ഒരു ഷവർമ ഒരു പ്ലേറ്റ് അല്ലയോ? കഴിച്ചാ ഐറ്റം പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് മഴക്കോളാണ് കാണിക്കുന്നത്. പക്ഷേ ശനി ഞായർ നല്ല ഓർഡറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ വന്നേക്കുന്നത്. എന്തോ സാലറി സാധനം 1-ാം തീയതി അല്ലേ എല്ലാവരും കിട്ടുന്നത്. പക്ഷേ കസ്റ്റമേഴ്സിന് ഓഫർ കൊടുത്തിട്ടുണ്ടെന്നാണ്. നമുക്ക് ആപ്ലിക്കേഷനിൽ ഓഫറും കാര്യങ്ങളൊന്നും കാണുന്നില്ല, ഫുഡ് ഓർഡർ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ കേട്ടോ. നമുക്ക് പക്ഷേ ഓർഡറും കുന്തമൊന്നും ഇതുവരെ വന്നിട്ടൊന്നുമില്ല. അവർ പറയുന്നതനുസരിച്ച് എന്തായാലും വേഗം പിക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ലൊക്കേഷൻ എവിടെ നോക്കട്ടെ. ഇതെനിക്കറിയാം. റോഷിനി, താങ്ക് യു. നമ്മുടെ റെയിൻ സർജ് ഓണായിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം ടോട്ടൽ 2 ഓർഡർ എടുത്തുള്ളതാണ്, 229 ഇനി ഒരു 4 ഓർഡർ കൊണ്ട് നമുക്ക് 75 ഇൻസെൻറ്റീവ് കിട്ടും. 11:30 വരെ നിൽക്കണം ഉറപ്പായിട്ടും. അല്ല 11:30 അല്ല, 6:30, 7:30, 8:30, 9:30, ഇപ്പോൾ 3 മണിക്കൂറായി. 10:30 ആകുമ്പോൾ 4 മണിക്കൂർ. 11 വരെ നിൽക്കണം കേട്ടോ. 4:30 മണിക്കൂർ ഇപ്പോഴത്തെ പുതിയ കണ്ടീഷൻ കൊടുത്തേക്കുന്നുണ്ടോ. 6:30 തൊട്ട് 11:30 4:30 മണിക്കൂർ വേണം, എന്നാലേ ഇൻസെൻറ്റീവ് കിട്ടും. 86 ഓർഡർ വന്നിട്ടുണ്ടോ. ഇവിടെ തന്നെ ലക്ഷ്മി തന്നെ കിട്ടിയേക്കുന്നത്, എഴുകോണുള്ള എന്തോന്നു റുമാലി റോൾ 2 എണ്ണം. ഇതിപ്പോൾ തന്നെ റെഡി ആകും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം എന്തായാലും ഓർഡർ പോയി പിക്ക് ചെയ്യാം. This is the sound that the gods will play to part the clouds. Live rounds on the Gaza Strip, man down. These vibes for the night, while the high is right. Take flight, lean sideways. അടിപൊളി കേട്ടോ ഗൈസ്. അപ്പോൾ എന്താ നമ്മൾ ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യട്ടെ. 87 രൂപയാണ് നമ്മുടെ ഏണിങ്സ്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതാണ്ടേ ഇപ്പോൾ വേഗം നമുക്ക് അടുത്ത ഓർഡറിലോട്ട് പോകാം കേട്ടോ. ഓനെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ദയവായി ലോങ് ആയിരിക്കണേ. ശരി, യൂട്യൂബോ ഇതിയുടെ ആപ്ലിക്കേഷൻ സെറ്റ് 28. സാരമില്ല, നമുക്ക് ഇടയ്ക്ക് എപ്പോഴും ലോങ് അടിച്ചിട്ട് അടുത്ത മിക്കാറൊരു ഷോർട്ടായിരിക്കും. ഫുൾ ടൈം നമുക്കങ്ങ് ലോങ് തന്നുകൊണ്ടിരിക്കത്തില്ല. This is the sound that the gods will play to part the clouds. Live rounds on the Gaza Strip, man down. These vibes for the night, while the high is right. Take flight, lean sideways. We master the sky, groovy, we bobby bird. അപ്പോൾ ഓർഡർ ഡെലിവറി കിട്ടും കേട്ടോ. അല്ല, അപ്പുറത്തെ വീട്ടിലെ A few moments later. എൻ്റെ 3 ഗൈസ് കിഡ്സിന് ഓർഡർ കേട്ടോ. 105 ഇവിടെ തന്നെ ആണോ? അടിപൊളി കേട്ടോ, ഇവിടെ തന്നെ കൺഫേം ആവുന്നില്ലല്ലോ. This is the sound that the gods will play to part the clouds. Live rounds on the Gaza Strip, man down. These vibes for the night, while the high is right. Take flight, lean sideways. We master the sky, groovy, we bobby bird. James Bond and Bootsy College Phil. Feel it in the air, that's real. Feel it in the field, feel it in the air, that's real. Feel it in the field, feel it in these frills. You got it. കേട്ടോ സൂപ്പർ. അപ്പം ഓർഡർ നമ്മൾ ഡെലിവറി ഉണ്ടോ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. 132 കേട്ടോ നമ്മുടെ ഏണിങ്സ്. അതെന്തായാലും കലക്കി. സൂപ്പർ ഗൈസ്. ഇവിടെയൊക്കെ മഴയാട്ടോ, അത്യാവശ്യം മഴയൊക്കെ ആയിരുന്നു. കാറ്റത്ത് ഇവിടെ കറണ്ടെല്ലാം പോയി. നമ്മളിതാ എഴുകൊണ്ട് നിൽക്കുക. കവലയിൽ നിന്ന് ഒരു ഓർഡറും അടിച്ചിട്ടുണ്ട് കേട്ടോ. 121 411 രൂപ കളക്ട് ചെയ്യണം. ക്യാഷ് ഓൺ ഡെലിവറി 411. താങ്ക് യു. എന്തായാലും മാർക്ക് ചെയ്യട്ടെ. 411 2 വട്ടം ടൈപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ കളക്ട് ചെയ്യുന്ന ക്യാഷ് കറക്റ്റ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 വട്ടം കൺഫർമേഷൻ ഉണ്ട്. കാരണം ഒരു രീതിയിൽ മാറിപ്പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അടിപൊളിയായിട്ട് 124 One eternity later. ഗൈസ്, അങ്ങനെ ഫൈനലി സമയം ഇപ്പം 11:10 കേട്ടോ. അപ്പോൾ നമുക്ക് 11 മണി വരെ മസ്റ്റായിട്ട് ഓൺ ചെയ്തിരുന്നായിരുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് 600 രൂപയാണ് കേട്ടോ. അതിൽ 6 മണിക്കൂർ 40 മിനിറ്റാണ് ലോഗിന്. 6 ഓർഡർ എടുത്തുള്ളൂ. 6 ഓർഡറിന് നമുക്ക് 600 രൂപ കിട്ടി. മാത്രമല്ല നമ്മുടെ ഫസ്റ്റ് ഇൻസെൻറ്റീവ് കിട്ടി കേട്ടോ. 5 ഓർഡറിന്
75 രൂപ. താണ്ടേ 5 ഓർഡർ എടുത്തതിന് നമുക്ക് 75 രൂപ കിട്ടും. അപ്പോൾ ഇന്ന് ഏണിങ്സ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയത് അത്യാവശ്യം പെട്ടെന്നായിരുന്നു എനിക്ക് ഏണിങ്സ് കയറിയത്. കാരണം നമുക്ക് അത്യാവശ്യം നൈസ് 2 ലോങ് ഓർഡർ അടിച്ചു, പെട്ടെന്ന് തന്നെ ഏണിങ്സ് കയറി. പക്ഷേ നല്ല രീതിയിൽ ലൈഫ് ഇപ്പം ബോറിംഗ് ആട്ടോ ഈ ഡെലിവറി പാർട്ട്ണർ എന്നുള്ള രീതിയിൽ. ഇവിടെ കൊട്ടാരക്കര നമ്മുടെ സോണിൽ അത്യാവശ്യം ഓർഡർ ഭയങ്കര ഷോക്കാണ്. എല്ലാവരും ഭയങ്കര അതായത് ഷോക അവസ്ഥയാണ് പറയുന്നത്. കാരണം ഭയങ്കര വെർട്ടിക്കലാണ്, നമുക്ക് ഓർഡറും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എന്തുവാടാ എന്തുവാടെ ഗൈസ്? അപ്പം എന്താ ഓർഡറും കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ബോറിംഗ് ആണ്. മാത്രമല്ല കസ്റ്റമേഴ്സ് നമുക്ക് ടിപ്പും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കേട്ടോ. നമുക്കൊരു ആ ഒരു വർക്ക് ചെയ്യാനുള്ളൊരു എന്തൊരു മോട്ടിവേഷനിൽ എനർജി കാര്യങ്ങൾ ഇപ്പം ഭയങ്കര ഷോക്കാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ വീഡിയോ ലെവലിലെയും കാര്യങ്ങളെയും മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ നോർമൽ ഡെലിവറി വീഡിയോസ് ആയിരിക്കത്തില്ല. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ചാനൽ നമ്മൾ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ മറ്റൊരു മെയിൻ പരിപാടി നമ്മൾ നിൽക്കുമോനെ അപ്പോൾ ഇനി തൊട്ട് ഇതാ നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കണല്ലോ. നമ്മുടെ ചാനൽ വേറെ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ്. എനിക്ക് ഈ ആണെന്താ വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ്. ബൈ.